ഗ്രേസ് ഓൺ തോട്ട്സിലെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു ഇടയ ജീവിതത്തെപ്പറ്റി വീഡിയോ എടുക്കുവാനിരുന്നതാണ്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് വേറൊരു വീഡിയോയിലേക്ക് കടക്കുകയാണ്. അതായത് ഒരു തിരുവചനമുണ്ട്. എൻ്റെ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു കൊടുത്തത്. അതായത് ഞങ്ങളുടെ പരിയാരം മെഡിക്കൽ കോളേജിൽ 20 വർഷത്തോളം വളരെ നല്ല രീതിയിൽ സേവനം ചെയ്ത് പിരിഞ്ഞു പോകുന്ന ഞങ്ങളുടെ നേഴ്സ് സൂപ്രണ്ടായ റോസമ്മ സിസ്റ്ററെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു മാസം മുമ്പേ സിസ്റ്റർ ഇവിടെ നിന്ന് റിട്ടയർ ആകുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, 1-2 വാക്ക് സിസ്റ്ററെ പറ്റി പറയാൻ എനിക്ക് അവസരം തരണമെന്ന്. എന്നാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് അതിന് അവസരം കിട്ടിയില്ല. എന്നാൽ ഞാൻ തീരുമാനിച്ച് അത് യൂട്യൂബിലൂടെ തന്നെ ആയിരിക്കട്ടെ എന്ന്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മറന്നു പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വളർന്നു വന്ന സംഭവങ്ങളും നമുക്ക് വേണ്ടി വളമായി തീർന്നവരെയും പലരുടെയും ജീവിത പ്രയത്നത്തിലൂടെയും പരിശ്രമത്തിലൂടെയും പ്രോത്സാഹനത്തിലൂടെയും നമ്മൾ വളർന്നു വന്ന ഒത്തിരി ചരിത്രങ്ങൾ നമ്മുടെ പിറകിലുണ്ട്. എന്നാൽ അതിനെപ്പറ്റി ചിന്തിച്ചാൽ എപ്പോഴും നമ്മളെ തന്നെ ആത്മീയമായിട്ടും ഭൗതികമായി വളർത്തുകയുള്ളൂ. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവസാനം ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി പരിയാരം മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ റോസമ്മ സിസ്റ്റർ ആയിരുന്നു അവിടുത്തെ ഇൻചാർജ്. ആ സമയത്ത് അവിടുത്തെ ഒഴിവുകൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അത് നികത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ജോലി തന്നത് റോസമ്മ സിസ്റ്റർ ആയിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. ഞാൻ ഈ പരിയാരത്ത് വന്നപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലം മേടിക്കുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ലോൺ എടുക്കുവാൻ ചെന്നപ്പോൾ ബാങ്കുകാരൻ പറഞ്ഞു, 2 പേരുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചാലേ അല്ലെങ്കിൽ ഒരാളുടെയെങ്കിലും സാലറി സർട്ടിഫിക്കറ്റ് വെച്ചാലേ ലോൺ തരുവാൻ കഴിയുകയുള്ളൂ. ഞാൻ പലരുടെയും സ്റ്റാഫ് നേഴ്സുമാരെ അടുത്ത് ചെന്നപ്പോൾ ഞാനന്ന് യഥാർത്ഥത്തിൽ പ്രൊഫഷൻ കഴിയാത്ത വ്യക്തിയായിരുന്നു, പെർമനൻ്റ് ആകാത്ത വ്യക്തിയായിരുന്നു. അപ്പോൾ ഒരു 5600 രൂപ സ്റ്റാർട്ടിങ് സാലറി ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും പലരും തന്നെ വിസമ്മതിച്ച് മാറി നിന്നു. ആ സമയത്ത് റോസമ്മ സിസ്റ്ററിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് എനിക്ക് നൽകിക്കൊണ്ട് ലോൺ ലഭിക്കുകയായിരുന്നു. അപ്പോൾ മറ്റുള്ളവർ വളരുന്നില്ലെങ്കിൽ അവൻ വളരണം എന്നുള്ള ചിന്തയിലൂടെ സിസ്റ്റർ സഹായം വളരെ വിലപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു അനുഭവം കൂടി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കൊച്ച് വീട് പണി തുടങ്ങിയപ്പോൾ ഒരു ദിവസം സിസ്റ്റർ ഒരു ചെറിയ ഇൻ്റർനെറ്റ് പോലത്തെ കവറിൽ എൻ്റെ കീശയിൽ കൊണ്ടിട്ടെന്ന് പറഞ്ഞു, ഗ്രേസിൻ്റെ വീട് പണിയൊക്കെ ചെറിയ വീടായാലും നടക്കണം, ഭംഗിയായിട്ട് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ എൻ്റെ കീശയിൽ ഒരു ലെറ്റർ ഒരു ഇൻ്റർനെറ്റിലുള്ള പൈസ കൊണ്ടുപോയിടുകയായിരുന്നു. അതുപോലെ തന്നെ മറ്റു ചില അനുഭവങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം സിസ്റ്റർ അതിന് ശേഷം നേഴ്സ് സൂപ്രണ്ടായി. ഞാൻ ഒരു ദിവസം ഡ്യൂട്ടി വരുമ്പോൾ സിസ്റ്റർ വിളിച്ചു എന്നെ, ഗ്രേസിന് ഇങ്ങോട്ടൊന്ന് വരണം, ഒരു നല്ല റെഡിമെയ്ഡ് ഷർട്ടുണ്ട്, ആ ഷർട്ട് ഗ്രേസിന് എടുക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി സിസ്റ്റർ എനിക്കൊരു ടീ-ഷർട്ട് തരികയായിരുന്നു. പലപ്പോഴും വളരെ സ്നേഹത്തോടു കൂടി അച്ഛനും അമ്മയും സുഖമായിരിക്കുന്നോ, കുട്ടികൾ സുഖമായിരിക്കുന്നോ എന്ന സ്വാന്തന വാക്കുകൾ എപ്പോഴും സിസ്റ്ററിൻ്റെ വാക്കുകളിലൂടെ എപ്പോഴും ചോദിക്കുമായിരുന്നു. അതിൽ നിന്നപ്പുറത്തായിട്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ വിമർശിക്കാതെ കൂട്ടിക്കൊണ്ടു പോയിട്ട് സിസ്റ്റർ പറഞ്ഞു തരും. ഒരു ദിവസം ഞാനൊരു മെസ്സേജ് ഇട്ടപ്പോൾ
KGNA എന്നോ KGNU നോക്കാതെ എല്ലാവരെയും പേരുകൾ പറയാതെ ഒരു തട്ടിൽ കണ്ടുകൊണ്ട് സഹോദരന്മാരായിട്ട് മാത്രമേ എന്ത് കാര്യം സംസാരിക്കാൻ പാടുള്ളൂ എന്ന് സിസ്റ്ററിൻ്റെ വാക്കുകൾ എപ്പോഴും ഞാൻ ഓർക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവരെയും ഒരുപോലെ കണ്ട് സ്നേഹിച്ച് മറ്റുള്ള വളരണമെന്നും അതുപോലെ പരിയാരം മെഡിക്കൽ കോളേജ് നല്ല നിലയെത്തണമെന്നും തൻ്റെ ആരോഗ്യ മുഴുവനും തൻ്റെ കഴിവ് മുഴുവനും ഉപയോഗിച്ചൊരു സിസ്റ്ററാണ് റോസമ്മ സിസ്റ്റർ. ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് 5 വർഷത്തിന് ശേഷം അവിടെ നിന്ന് പുറത്ത് വന്നപ്പോൾ എനിക്ക് അപ്പോയിൻമെൻറ്റ് തരുന്നതിന് വേണ്ടി ഒരു വാർഡിലുള്ള സിസ്റ്ററോട് ചോദിച്ച്, സിസ്റ്ററെ ഗ്രേസം ബ്രദറിനെ അവിടെ അപ്പോയിൻമെൻറ്റ് തരട്ടെ. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു രഹസ്യമായിട്ട് അറിഞ്ഞതാണ്, ഗ്രേസം ബ്രദറിനെ ഇപ്പോൾ ഇങ്ങോട്ട് തരണ്ട. അതിനുശേഷം ഞങ്ങളുടെ അവിടെ കന്യാസ്ത്രീ സിസ്റ്ററായിരുന്ന ത്രേസ്യാമി സിസ്റ്റർ പറയുകയുണ്ടായി, ഞാൻ റോസമിസ്റ്റോട് റോസമിസ്റ്റ് പറഞ്ഞ ആത്മാർത്ഥമായി പണിയെടുക്കുന്നവനാണ് ഗ്രേസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓപ്പറേഷൻ തീരുന്നതിന് ശേഷം MICയിൽ ജോലി ചെയ്യാനുള്ള അവസരമായി തീരുക. അനേകം വർഷങ്ങൾ, ഏകദേശം 6 വർഷത്തോളം എനിക്ക് അവിടെ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി മനസ്സിലാക്കിക്കൊണ്ട് അവർ നന്നായി വരണം, ഉയർന്നു വരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ വളർത്തിയതുപോലെ തന്നെയാണ് മറ്റനേകം പേരെ റോസമ്മ സിസ്റ്റർ വളർത്തിക്കൊണ്ട് വന്നത്. ഈ അവസരത്തിൽ പലപ്പോഴും നമ്മൾ ഓർക്കാറുണ്ടോ? നമ്മളെ അനുഗ്രഹിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു മിലിറ്ററി നേഴ്സായിരുന്ന റോസമ്മ സിസ്റ്റർ നേഴ്സ് സൂപ്രണ്ടായിട്ട് പരിയാരം മെഡിക്കൽ കടന്നു വന്ന് പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയധികം വിഷമസന്ധികൾ അനുഭവിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് വളരെ കഠിനമായ കൊറോണയുടെ സമയമൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളിൽ കടന്നു വന്നുകൊണ്ട് തന്നെയാണ് സിസ്റ്റർ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത്. വളരെ റിസ്ക് ഒരു സമയം, അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സിസ്റ്റർ പ്രാർത്ഥനയിലൂടെയും തൻ്റെ പരിശ്രമത്തിലൂടെയും മുന്നോട്ട് കടന്നു വന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സംഭവങ്ങളായിരുന്നു അത്. പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ വളരെയധികം വേദനകളും കഷ്ടപ്പാടുകളും കുരിശുകളും കടന്നു വരുമ്പോൾ ഒരൊറ്റ വാക്ക് മാത്രമേ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ, എൻ്റെ തല നിങ്ങൾ തിന്നരുതേന്ന് ഇനിയും. അപ്പോൾ അത്രത്തോളം സഹനങ്ങൾ സഹിച്ചുകൊണ്ടാണ് സിസ്റ്റർ ഞങ്ങളെല്ലാം മുന്നോട്ട് നയിച്ചത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ വെച്ചു എൻ്റെ വ്യക്തിപര അനുഭവത്തിലൂടെ മാത്രമേ ഞാൻ ഓരോ വ്യക്തികളെയും പറയാറുള്ളൂ. അത്രത്തോളം നന്മയിലൂടെ നയിച്ച സിസ്റ്റർ 1000 നന്മകൾ നേർന്നുകൊള്ളുകയാണ്. റിട്ടയർമെൻ്റ് ആയാലും സിസ്റ്റർക്ക് ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയുടെ ഇടയനായ അനീഷച്ചനും ഈ 15-ാം തീയതി പോവുകയാണ്. ഈ അവസരത്തിലും വളരെയധികം അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കൊറോണ എന്ന മാരക രോഗ സമയത്ത് അച്ഛൻ തൻ്റെ ആരോഗ്യവും ശബ്ദവുമെല്ലാം എല്ലാവർക്കും വേണ്ടി ബലിയർപ്പിക്കുന്നത് പോലെ ഒരു ജീവിതമായിരുന്നു അച്ഛൻ്റേത്. കൊറോണ എന്ന അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ അച്ഛന് പല ബുദ്ധിമുട്ടുകളുണ്ടാവുകയും അച്ഛന് ശബ്ദം വരെ കുറയുകയും ചെയ്തപ്പോഴും തൻ്റെ അജഗണത്തിന് വേണ്ടി തൻ്റെ ആരോഗ്യവും ശക്തിയും ശബ്ദവുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ ഇടവക ജനത്തെ ഒരു ഇടയ ധർമ്മത്തിലൂടെ നയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് അച്ഛൻ ഞങ്ങളെല്ലാം മുന്നോട്ട് നയിച്ചിരുന്നത്. അച്ഛൻ 15-ാം തീയതി പോയാൽ തന്നെ അച്ഛൻ ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. അപ്പോൾ എന്നോട് പലപ്പോഴും അച്ഛൻ പറയുകയായിരുന്നു, ഗ്രേസിൻ്റെ സാമ്പത്തിക കടങ്ങളെല്ലാം കുറേശ്ശെ കുറയുന്നുണ്ട്, അത് കുറയും, അതിനുള്ള അവസരം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം നല്ല അവസരം നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നന്മ നിറഞ്ഞ വാക്കുകളുടെയും ഒരു നല്ല പുഞ്ചിരിയോടെയും കടന്നു വന്ന അനീഷച്ചനെയാണ് എപ്പോഴും ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. അച്ഛൻ അത്രത്തോളം ശബ്ദം പടർന്നു പോയപ്പോഴും അസുഖങ്ങൾ വന്നപ്പോഴെല്ലാം പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. ആ സമയത്തും അച്ഛൻ തൻ്റെ ആ പൗരോഹിത്യ കർമ്മത്തിലേക്ക് കടന്നു വന്ന് ഇടവക ജനത്തെ വളരെയധികം ആത്മീയമായിട്ട് ഒത്തിരി വളർത്തിക്കൊണ്ടുവന്ന അച്ഛൻ. ഒത്തിരി കാര്യങ്ങളാണ് അച്ഛനിലൂടെ ഈ മദർ തെരേസ ഇടവകയ്ക്ക് ലഭിച്ചത്. അച്ഛൻ 15-ാം തീയതി പോകുന്നുണ്ടെങ്കിലും നേരത്തെ തന്നെ ഗ്രേസ് തോട്ട്സിലൂടെ എല്ലാവിധ നന്മകളും മംഗളും നേരുന്നതിന് വേണ്ടി ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. ഒരാളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് മേരി മാതാ വിസിറ്റേഷൻ നേഴ്സസ് സ്കൂളിലെ മദർ 3 വർഷക്കാലം എനിക്ക് PTA പ്രസിഡൻ്റായി സ്ഥാനം നിന്നുകൊണ്ട് സ്ഥാനത്തിനപ്പുറത്താണ് അതായത് എന്നെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും മാത്രം ഒത്തിരി വളർത്തുകയാണ് ചെയ്തത്. എല്ലാവരും സപ്പോർട്ട് തരുമായിരുന്നു, എപ്പോഴും കടന്നു വന്ന് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു, ഒത്തിരി അനുഭവങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു, ഒത്തിരി അനുഭവത്തിന് വളർത്തിയിട്ടുണ്ട്. മദറിനെ അധികം സമയം ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
അപ്പോൾ മദറിന് ഒത്തിരി നന്ദിയുണ്ട്. ഈ 3 പേരെയും കൂടെ ഒരുമിച്ച് ചേർത്തൊരു വീഡിയോ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചത്. കാരണം എനിക്കൊരു അവസരം കിട്ടാതെ വന്നപ്പോൾ പ്രത്യേകിച്ച് ഞാൻ വിഷമിച്ചു പോയി. ഒരു മാസം മുമ്പ് തന്നെ നമ്മുടെ നേഴ്സ് സൂപ്രണ്ടായ റോസമ്മ സിസ്റ്റർ 2 വാക്ക് നല്ലത് പറയണമെന്ന് എല്ലാവരും വെച്ച് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ആ കിട്ടാത്ത ആ സമയം മുതൽ ഏകദേശം 2 മണിക്കൂറോളം മനസ്സിന് വിഷമമായിട്ട് ഞാൻ അതിൻ്റെ ആ സമ്മേളനം നടക്കുന്ന ഏറ്റവും പുറകിൽ നിൽക്കുകയുണ്ടായി. ഒന്ന് ഇരിക്കാൻ പോലും എനിക്ക് തോന്നിയില്ല, അത്രത്തോളം വിഷമമായിരുന്നു. അപ്പോൾ ഈ അവസരത്തിൽ ഈ നന്ദി എന്ന വാക്കിന് വളരെ അർത്ഥമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ 10 കുഷ്ഠരോഗികളെ ഞാൻ സുഖപ്പെടുത്തി. ഒരു കുഷ്ഠരോഗി ഒരു വിജാതീയൻ മാത്രമാണല്ലോ എൻ്റെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞതെന്ന് ക്രിസ്തുനാഥൻ പറയുകയുണ്ടായി. ഈ അവസരത്തിൽ എല്ലാവരും ചിന്തിക്കണം. പലരുടെയും സഹായങ്ങളിലൂടെ നമ്മൾ കടന്നു വന്ന് നല്ല നിലയിൽ എത്തിച്ചേരുമ്പോൾ പലപ്പോഴും പഴയ കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ പോലും അതിനെതിരെ പ്രക്ഷോഭിക്കുകയും പഴയ കാര്യങ്ങൾ ചിന്തിക്കുവാൻ തന്നാൽ നമ്മളെ ആട്ടിപ്പായിക്കുകയും ചെയ്യുന്ന പലരെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതല്ല യഥാർത്ഥത്തിൽ. വന്ന വഴി മറക്കരുത്. പത്രോസിനെ പോലെ ഒന്ന് തിരിഞ്ഞു പോക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാവിധ കഴിവുകളും എല്ലാവിധ അറിവുകളും അതുപോലെ എല്ലാറ്റും ഉപരിയായിട്ട് കാര്യക്ഷമതയോടെ മിലിറ്ററി നേഴ്സിനെ പോലെ ഞങ്ങളെല്ലാം മുന്നോട്ട് നയിച്ച് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് പോയ റോസമ്മ സിസ്റ്ററിന് ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ടും ദാനവരങ്ങൾ കൊണ്ടും സംരക്ഷണം കൊണ്ടും ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ആത്മീയം എല്ലാവിധ കൃപയും നൽകും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനീഷച്ചനും അതുപോലെ തന്നെ ഏതടവകയിൽ പോയാലും ഞങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങൾ അവിടെ ചെയ്യട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ശ്രീസ്തയിലെ മദറിനും ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും പകർന്നു തന്ന അറിവുകൾക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും 1000 നന്ദി.